ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോട്ട് അയച്ച് തന്ന് നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. കമ്പ്യൂട്ട് ജി പി റേഷ്യോ ഫ്രം ദി ഫോളോയിങ്സ്. താഴെ പറയുന്ന ഡേറ്റാസിൽ നിന്ന് ജി പി റേഷ്യോ കണ്ടുപിടിക്കുക. സെയിൽസ് 5,12,000, സെയിൽസ് റിട്ടേൺസ് 10,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000, ക്ലോസിംഗ് സ്റ്റോക്ക് 64,400, പർച്ചേസസ് 3,92,000, പർച്ചേസ് റിട്ടേൺസ് 8,000. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് അല്ലേ? അപ്പം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാം. എന്താണ് ഇക്വേഷൻ? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 അല്ലേ? എന്താണ് ഇക്വേഷന്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നും കണ്ടുപിടിക്കണ്ടേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആദ്യം കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ നോക്കിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നേക്കുന്നത്? 82,000 പ്ലസ് പർച്ചേസസ് എത്രയാണ് തന്നേക്കുന്നത്? 3,92,000. അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പം 3,92,000 നിന്ന് 8,000 മൈനസ് ചെയ്താൽ 3,84,000 കിട്ടും. അതാണ് നെറ്റ് പർച്ചേസാണ് എടുക്കേണ്ടത് കേട്ടോ. മൈനസ് പ്ലസ് എക്സ്പെൻസസ്, വേറെ എക്സ്പെൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. പർച്ചേസ് എക്സ്പെൻസ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. തന്നിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര തന്നേക്കുന്നത്? 64,400 ഉണ്ട്. അതങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4,01,600 കിട്ടും. ഇനി നമ്മൾ നെറ്റ് സെയിൽസ് കാണണം. നെറ്റ് സെയിൽസ് കാണുന്നത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് ആണ്. സെയിൽസ് ഇവിടെ തന്നേക്കുന്നത് 5,12,000. സെയിൽസ് റിട്ടേൺസ് എത്രയുണ്ട്? 10,000. അപ്പോൾ എന്ത് ചെയ്യണം? 5,12,000 നിന്ന് 10,000 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? 5,02,000 ഉണ്ട് അല്ലേ? ഇനി നെറ്റ് സെയിൽസ് കാണാനായിട്ട് നമുക്ക് വേറെ ഗ്രോസ് പ്രോഫിറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ നമ്മൾ നെറ്റ് സെയിൽസും കണ്ടുപിടിച്ചു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടുപിടിച്ചു. നെറ്റ് സെയിൽസ് എത്രയാണ്? 5,02,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 4,01,600. അപ്പോൾ 5,02,000 നിന്ന് 4,01,600 മൈനസ് ചെയ്താൽ 1,04,000 കിട്ടും. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 1,04,000 ഡിവൈഡഡ് ബൈ 5,02,000 ഇൻറ്റു 100 എത്ര കിട്ടും? 20%. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, നമ്മൾ രണ്ടാമത് ചെയ്തത് ഏതാണ്? ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാം. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. സെയിൽസ് 7,60,000, സെയിൽസ് റിട്ടേൺസ് 10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 45,000, സെല്ലിംഗ് എക്സ്പെൻസസ് 75,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 30,000. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അല്ലേ? ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അതിൽ നമുക്ക് നെറ്റ് സെയിൽസ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. നെറ്റ് സെയിൽസ് പക്ഷേ ഡയറക്റ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് അത് കണ്ടുപിടിക്കണം. നെറ്റ് സെയിൽസ് എങ്ങനെയാണ് കാണുന്നത്? നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. സെയിൽസ് എത്രയാണ്? 7,60,000. സെയിൽസ് റിട്ടേൺസ് എത്രയാണ്? 10,000. അപ്പോൾ 7,60,000 നിന്നും 10,000 മൈനസ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. എത്രയാണ് നെറ്റ് സെയിൽസ്? 7,50,000. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റിന് തന്നിരിക്കുന്നു 4,80,000 പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് ഏതൊക്കെ? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും ആണ് ഏത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എത്രയുണ്ട്? 45,000. സെല്ലിംഗ് എക്സ്പെൻസസ് എത്രയുണ്ട്? 75,000. അപ്പോൾ 4,80,000 കൂടെ 75,000 45,000 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 75,000. അതുകൊണ്ട് 75,000 അല്ല, 7,50,000. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ശതമാനം കിട്ടും? 80%. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഈ ഒരു പീരിയഡിലെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 80% ആണ്. മനസ്സിലായോ?
ഇനി നമുക്ക് അടുത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ മൂന്നാമത്തേത് ഏതാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഈ റേഷ്യോ ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് കാണിച്ചു തരുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള ബന്ധത്തെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ സൂചിപ്പിക്കുന്നത്. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് സെയിൽസ് കാണാൻ നമുക്കറിയാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യണം. അതല്ലെങ്കിൽ വേറൊരു ഇക്വേഷനും കൂടെയുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചാൽ മതി. രണ്ടാമത്തേത് ആണ് ഏത്? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്ത് ഇൻട്രസ്റ്റ് ഡിബഞ്ചറിനും ലോങ് ടൈം ലോണിനും ഒക്കെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് അതിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറച്ചാലും നമുക്ക് ഏത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഒരു പ്രോബ്ലം, അത് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ അസർട്ടൈൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. സെയിൽസ് റിട്ടേൺസ് 8 lakhs, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 50,000, സെല്ലിംഗ് എക്സ്പെൻസസ് 30,000, ഇൻട്രസ്റ്റ് 40,000, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് 15,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 20,000. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? രണ്ട് ഇക്വേഷൻ പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഏതാണ് എടുക്കാൻ എളുപ്പം? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സെയിൽസ് എത്രയാണ് തന്നേക്കുന്നത്? 8 ലക്ഷം അല്ലേ? 8 ലക്ഷം മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 5,60,000 മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എത്രയുണ്ട്? 50,000 ഉണ്ട്. സെല്ലിംഗ് എക്സ്പെൻസസ് എത്രയുണ്ട്? 30,000. അപ്പോൾ നമ്മുടെ സെയിൽസിൽ നിന്നും ഈ പറയുന്ന എക്സ്പെൻസസുകളെല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. വേറെ ഒരു ഇക്വേഷനും കൂടി ഞാൻ തന്നിട്ടുണ്ട്. ഏതാണത്? നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചതിന് ശേഷം അതിന് എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് ഇൻകം ചെയ്യുന്നത് അല്ലെ? ഇൻകം ലെസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിവിടെ തന്നേക്കുന്നത് രീതി ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1,60,000 രൂപ കിട്ടും പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 1,60,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. സെയിൽസ് റിട്ടേൺസ് ഇല്ലാത്ത ലെസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ സെയിൽസ് റിട്ടേൺസും വേറെ വേറെ തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്തിട്ട് വേണം നെറ്റ് സെയിൽസ് കാണാൻ. ഈ ക്വസ്റ്റിനകത്ത് സെയിൽസ് ലെസ് റിട്ടേൺസ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് അത് എന്ത് തന്നെയാണ്? നെറ്റ് സെയിൽസ് തന്നെയാണ്. അത് എത്രയുണ്ട്? 8 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എത്ര കിട്ടി? 20,000. ഒന്നുകൂടി ഞാൻ പറയാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ജി പി മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ട്. നമുക്കിവിടെ ജി പി തന്നിട്ടില്ല. ഇനി ജി പി എല്ലാം കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിന് വേറെയും ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാണേത്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ അയച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നൊരു ഇക്വേഷനും കൂടിയുണ്ട്. അപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും മൈനസ് ചെയ്യുക. നമുക്ക് പല ഇക്വേഷൻസ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും അനുയോജ്യമായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യണം.
ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് തരാത്ത കേസിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പുറകെ പോകുന്നതിനേക്കാൾ എളുപ്പം 2-3 വേറെ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് ഏതാണ് ആപ്റ്റായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് വേണം എടുക്കാൻ. അപ്പം നമുക്കിവിടെ അങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് 1,60,000 എന്ന് കിട്ടിയിട്ടുണ്ട്. 8 ലക്ഷം രൂപയാണ് നെറ്റ് സെയിൽസ് എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. അത് എത്രയുണ്ട്? 20%. മനസ്സിലായോ? പിന്നെ ഞാൻ അയച്ച നോട്ടിലുള്ള ഒന്നായിരുന്നു ഏത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. It is the ratio of net profit earned by a business and its net sales. It measure overall profitability. കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതാണ് ഏത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അത് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസസ് മൈനസ് ചെയ്താൽ മതി. നെറ്റ് സെയിൽസ് കാണാനായിട്ട് എന്ത് ചെയ്യണം? സെയിൽസിൽ നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്താൽ മതി. നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതൊരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണ്? നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതല്ലെങ്കിൽ വേറൊരു ഇക്വേഷന് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണാനായിട്ട്. അതല്ലെങ്കിൽ വേറെയും ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നും ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ രണ്ടാമത്തേത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ 3 പഠിച്ചായിരുന്നു. ഏത്? GP റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 3. അത് ഏതിൻ്റെ ബേസാണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റിന് INT എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷന്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ് മേ ബി ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയൊക്കെ ആകാം? ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡും ആകാം, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡോ ആകാം. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ്. ഇനി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെങ്കിലോ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. എങ്ങനെയാണ്? ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. അത് കാണാൻ വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. ഏതാണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് അതർ ലോങ് ടേം ലോൺസ്. ഏത് കാണാനാണ്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഫിക്സഡ് അസറ്റ് പ്ലസ് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. അതല്ല എങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് അതർ ലോങ് ടേം ലോൺസ്. ഇനി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനായിട്ട് വേറൊരു ഇക്വേഷൻ പറയുന്നത് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഓർ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഇതിലേത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത്രയും മതി.